ഗായ്സ്, ഇറ്റ്സ് മീ ആകർഷ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. കമോൺ, ഇതാണ് എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബാംഗ്ലൂരിലെ കൊലീഗാണ് കേട്ടോ. പുള്ളിക്കാരി എന്നെ കാണാനായിട്ട് കാലിക്കറ്റ് വന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഓണം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓണമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാരിയാണ് ഞങ്ങൾ രണ്ടുപേരും ചൂസ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ഓണത്തിന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിഷു വിഷുവായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാരിയാണ് എങ്കിൽ പോലും വിഷുവിന് നമ്മളത് ആ പോസ്റ്റ് ഇട്ടിരിക്കും അല്ലേ. ആളുടെ പേരാണ് അക്ഷരി. ദിസ് ഇസ് മൈ ഫേവറേറ്റ് പേഴ്സൺ. അപ്പോൾ നമുക്ക് റെഡി ആയാലോ? ആൾ ഓൾറെഡി റെഡി ആയി തുടങ്ങി. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആൾ റെഡി ആയി തുടങ്ങി. പകുതി മുക്കാലിൽ റെഡിയായി. സാരിയും കൂടെ ഉടുത്ത് വന്നാൽ മതി. ഞാൻ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് റെഡിയാവാം. ആദ്യം തന്നെ ഈ മുടി അങ്ങോട്ട് കെട്ടി വയ്ക്കുക. മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പണി നടക്കില്ല. മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ വിഷു ആണെന്നാണ്, പക്ഷേ എൻ്റെ വായേന്ന് വന്നത് ഓണമാണെന്നാണ്. അപ്പം തന്നെ ഓണത്തിലേക്ക് എത്തുകയാണ്. ഓൾറെഡി ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. അപ്പോൾ ഇനി പ്രൈമർ നമുക്ക് യൂസ് ആക്കാം. മാൾസിൻ്റെ ഓക്കെ. നമുക്കിനി ഒരു 5 minutes വെയിറ്റ് ചെയ്യാം. ഇതിനകത്ത് നോക്കി എങ്ങനെയാ റെഡിയാവുക? എനിക്കകത്ത് നോക്കി റെഡിയാവാൻ പറ്റുന്നേ ഇല്ല. ഒന്ന് പോസ് ചെയ്യ് നോക്കട്ടെ, ഒരു ഫോട്ടോ എടുക്കാം. ഇനി നിന്നെ കാണുമ്പോൾ മറ്റൊരു നടിയില്ലേ, പണ്ടത്തെ ഒരു നടിയുടെ ഒരു ലുക്ക്, ആ ഹെയറൊക്കെ വന്ന് പഴശ്ശിരാജയിലുള്ള ഒരു നടി. പേരെന്തായിരുന്നു? ഇതെന്താ അതിൻ്റെ അകത്ത് പോയിരിക്കുകയാണോ? ഞാനില്ല വീഡിയോയിൽ. ഞാൻ അപ്പുറത്ത് പോവാ. ഇതിൻ്റെ അകത്ത് വന്നിട്ട് കണ്ണെഴുതുന്നത്. നെക്സ്റ്റ് എന്താ ചെയ്യാൻ? കളർ കറക്ടറൊക്കെ എവിടെയാണ്? കളർ കറക്ടർ, ഡാർക്ക് സർക്കിളൊക്കെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ എടുത്തിട്ട് കുറച്ചെടുക്കണം, എന്നിട്ട് കയ്യിലിങ്ങനെ ഇതാക്കണം, അങ്ങനെ എന്തോ കയ്യിലിങ്ങനെ ആക്കണം, എന്നിട്ട് ഇങ്ങനെ ചെയ്യണം. അതായത് ആദ്യം നമ്മുടെ കൈയിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആക്കിയിട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കണ്ണ് മൊത്തം ഇത് ഇടേണ്ടി വരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം എന്താ, കണ്ണ് മൊത്തം കളർ കറക്ടർ ചെയ്യേണ്ടി വരും. കണ്ടോ, ഓറഞ്ചിഷ് കളറായി കണ്ടോ. അത് ഹൈലൈറ്റർ. എടി ഇതിനെക്കാട്ടിലും മറ്റേത് റെനാഡയാണ് നല്ലത്. ഒരു മഞ്ഞ കളർ കാണുന്നുണ്ടോ? എത്ര ഉറങ്ങിയാലും ഉറക്കം കൂടിയിട്ടാന്ന് തോന്നുന്നു എനിക്ക്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പച്ച കളർ എടുക്കാം, ഇതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്. അതും നമുക്കിങ്ങനെ ബാക്കിലാക്കിയിട്ട് കൊടുക്കാം. ഈ റെഡ്നെസ് ഉള്ളവർക്കൊക്കെ ഗ്രീൻ കളർ കറക്ടർ യൂസ് ആക്കിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പർപ്പിൾ കളർ കറക്ടർ യൂസ് ആക്കാം. ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ യൂസ് എന്താണെന്ന്. എല്ലാണ്ട് തോണ്ടിപ്പോയി. കുറച്ചെടുക്കുക, എന്നിട്ട് ഫൗണ്ടേഷൻ എടുക്കുക. മാഴ്സിൻ്റെ അല്ല, മേബിലിൻ്റെ ഫൗണ്ടേഷൻ. എന്നിട്ട് നന്നായിട്ടൊന്ന്
ഇനി ഇതങ്ങോട്ട് തേക്കാം. അത് ഇവിടെയും ഇവിടെയും എന്താ ആ ഭാഗം ഷൈനി ആയിട്ടിരിക്കും. നെക്സ്റ്റ് ഒരു കൺസീലർ. അതും ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൺസീലർ ബ്രഷൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊക്കെ എവിടെ പോയി കിടക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും കലാപരിപാടികൾ ഞാൻ കാണിച്ചിട്ടും അവസാനം നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ചെയ്യാം. ഇത് ലാക്മേയുടെ ഐബ്രോ പാലറ്റാണ്. ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഐബ്രോസ് ഇല്ലേ, ഐബ്രോ കുറച്ചും കൂടെ ഷാർപ്പായിട്ട് എടുത്ത് കാണിക്കുക വെച്ചാൽ ഇവിടെ ഇങ്ങനെ കൺസീലർ യൂസ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ശരിയാണല്ലോ. എടി ഇത് നോക്ക്, നല്ല ഷാർപ്പായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഒന്ന് ചെറുതായിട്ട് കൺസീലർ ഇട്ട് അല്ലേ. അതേപോലെ തന്നെ മേലെയും വരച്ചു കൊടുക്കാം. ഞാനൊരു വീഡിയോ കണ്ടിട്ടാ ചെയ്യുന്നത് അല്ലേ. ഷാർപ്പായില്ലേ? ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ബ്ലഷ് ഇടാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് ബ്ലഷാണ്. കൂടിപ്പോയോ? നോക്കടി, ഞാൻ പിക്കാച്ചു ആയി. ഇതാരോ അടിച്ച പോലെ ഉണ്ടല്ലോടി. ഓക്കെ, ആരോ തല്ലി. കൊഞ്ചം ഓറ തെരിയല്ലേ, നോക്ക്. ഇത്രയൊക്കെ ഇടണം എന്നാലേ ഫോട്ടോയിൽ കാണുള്ളൂ. യെസ്, ഇതിന്റെ കൂടെ ഞാൻ ആദ്യം തന്നില്ലേ ഒരു കമ്മല്, ഞാൻ വലുതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. കോണ്ടോർ ഇട്ടപ്പോഴാണ് രസം. നീ അങ്ങനെ സുന്ദരിയാവണ്ട. ഇത് വന്നാ ഇട്ടുതരാം. ആക്ച്വലി ഞാൻ എപ്പോൾ എത്തിയും ചോദിച്ചാൽ മതി. അതെ, മറ്റേ കുട്ടികൾക്കൊക്കെ ഇങ്ങോട്ട് വന്നേക്ക്. മറ്റേ കുട്ടികൾക്കൊക്കെ എന്താ പറയുക,
ഇങ്ങനെ ഇട്ടു എന്ന് പറയണ പോലെ നിനക്ക് ഇട്ട് തന്നാൽ മതിയോ? ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നീ മറ്റേ ആക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അതോ ഇടുന്നുണ്ടോ? ഇടുന്നുണ്ട്. എടി ഞാൻ നിനക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇട്ടാന്ന പോലെ തോന്നുന്നുണ്ടോ? ഞാൻ നിനക്ക് ബ്ലഷ് ഇട്ടു, നീ അറിഞ്ഞോ? അടുത്തതായിട്ട് നമുക്കൊരു ഐഷാഡോ. സ്ഥിരം ഐഷാഡോ ഞാൻ യൂസ് ആക്കാറ് ഈ ഒരു കളറ്, ഈ ഒരു കളറ്, ഈ ഒരു കളറ്, പിന്നെ ഈ ഒരു കളറ്. ഈ 4 കളറല്ലാതെ ഞാൻ വേറൊരു കളറും കാര്യമായിട്ട് യൂസ് ആക്കാറില്ല. പിന്നെ ഇതും വേറൊന്നും ചേരാത്തോണ്ടല്ല, ചേരാത്തോണ്ടാണ്. എടി പിങ്ക് കളർ വേണം, ഒരു ബ്രൗണിഷ് ടച്ച് കൊണ്ടുവരണോ? പിങ്ക് എഡ്ജിൽ വേണമെങ്കിൽ കുറച്ച് ബ്രൗൺ കൊണ്ടുവരാം അല്ലേ? എല്ലാ കളേഴ്സും ഒരു ബ്രഷ് കൊണ്ടാണ് നമ്മൾ ഇടാറ്, ഒന്നും വേറെ വേറെ ഇല്ല. ഇതിൻ്റെ പുറത്ത് ബ്രൗൺ ആണെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമ്മൾ പിങ്ക് ആയിരിക്കും ഇടുന്നത്. എടി ഇത് കൊള്ളാമോ? ഇട്ടരണോ? അതിനെന്താ, ബാ. നീ ഐഷോടെ തന്നെയാണോ ഇട്ടത്? ഒരുമാതിരി കുട്ടികൾ വരയ്ക്കണ പോലെയാണല്ലോ നീ വരച്ചു പോയെന്ന്. നോക്ക്, കണ്ണ് കുറച്ചുകൂടെ ബോൾഡായില്ലേ? നേരത്തെ ഒരുമാതിരി 1ാം ക്ലാസ്സിലെ കുട്ടികളെടുക്കുക ഇതിനായിട്ട് ഭംഗിയായിട്ട് എന്താ. നെക്സ്റ്റ് മസ്കാര. എനിക്ക് കൊടുക്കണം, എനിക്ക് കൊടുക്കണം. ഈ ഒരു സാരിയാണ് പെയർ ചെയ്യുന്നത്. ഫുൾ ലോട്ടസ് വർക്കിലാണ് വരുന്നത്. ഓർഗൻസ മെറ്റീരിയലാണ് സാരി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു നെക്ക് പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. കാശിമാലയുടെ എന്നെയല്ലേ വിളിച്ചേ? കൊള്ളാല്ലേ? ഈ ഒരു വേസ്റ്റ് ചെയിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഒരു ഇയറിങ്സും കൂടെ പെയർ ചെയ്യാം. ഓവറായോ? ഇരിക്കട്ടെ, കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. ഈ ഒരു ബാംഗിൾസും കൂടെ നമുക്ക് പെയർ ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പം ഞങ്ങൾ വീഡിയോ എടുത്ത് വന്നു, ബാക്കി എടുക്കാൻ മറന്നുപോയി, കാരണം ഫുഡ് കഴിക്കാൻ പോയി അപ്പോഴേക്കും. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.